നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് തീർത്ഥാടനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? ഒരു വലിയ ശാന്തത, മനസ്സിന് കിട്ടുന്ന ഭക്തി, കുറച്ച് അച്ചടക്കം, ഒപ്പം നമ്മൾ പോകുന്ന ആ സ്ഥലത്തോടും അവിടുത്തെ പ്രകൃതിയോടും ആളുകളോടും കാണിക്കേണ്ട ബഹുമാനം. ഇതൊക്കെയാണ്. എന്നാൽ അടുത്ത കാലത്തായി ഉത്തരേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഹരിദ്വാർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകളും ദൃശ്യങ്ങളും കാണുമ്പോൾ നമ്മൾ അറിയാതെ സ്വയം ചോദിച്ചു പോകും, ഇതിനെയാണോ നമ്മൾ യഥാർത്ഥത്തിൽ തീർത്ഥാടനം എന്ന് വിളിക്കേണ്ടത് എന്ന്. ശ്രാവണ മാസത്തിൽ ഉത്തരേന്ത്യയിൽ വളരെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കാവട യാത്ര അല്ലെങ്കിൽ കൻവാർ യാത്ര എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, പ്രധാനമായും യുവാക്കൾ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്ത് ഹരിദ്വാറിലെത്തി ഗംഗാനദിയിൽ നിന്ന് പുണ്യജലം ശേഖരിച്ച് തങ്ങളുടെ നാട്ടിലെ ശിവക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒരു രീതിയാണിത്. കേൾക്കുമ്പോൾ വളരെ പവിത്രവും ഭക്തി നിർഭരവുമായ ഒരു ചടങ്ങ്. എന്നാൽ ഈ യാത്ര സമാപിച്ചതിന് ശേഷം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്ന് പുറത്തു വരുന്ന ബാക്കി പത്രങ്ങൾ എന്താണെന്നറിയുമ്പോഴാണ് ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്. ഈ കാവട യാത്ര കഴിഞ്ഞ് ഈ പറയുന്ന തീർത്ഥാടകർ തിരികെ മടങ്ങിപ്പോയപ്പോൾ ഹരിദ്വാർ നഗരങ്ങളിലും ഗംഗാനദിയുടെ തീരങ്ങളിലും മാത്രം ബാക്കി വെച്ചിട്ട് പോയത് 8,000 ടൺ മാലിന്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 8,000 ടൺ മാലിന്യം. ചില പ്രാദേശിക മാധ്യമങ്ങൾ 7,000 ടൺ എന്നും പറയുന്നുണ്ട്. കണക്കിൽ 1,000 ടണ്ണിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പവിത്രമായി കരുതപ്പെടുന്ന ഹരിദ്വാർ എന്ന ആ പുണ്യഭൂമിയെ ഒന്നടങ്കം ഒരു വലിയ നാറാണക്കല്ല് അടുപ്പിച്ച് മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഇവർ ശരിക്കും ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ പോയ തീർത്ഥാടകർ തന്നെയാണോ? അതോ തീർത്ഥാടനം എന്ന പേരും പറഞ്ഞ് വേറെന്തെങ്കിലും അടിയൊഴുക്കുകളോ അജണ്ടകളോ നടത്താൻ പോയതാണോ? കാരണം പ്രകൃതിയെയും നദികളെയും ഒക്കെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. തീരത്ത് ചെന്ന് ആ പുണ്യജലം കോരിയെടുക്കാൻ പോകുന്ന ആളുകൾ തന്നെ ആ നദീതീരത്ത് കാട്ടിക്കൂട്ടിയ വിക്രയങ്ങൾ കാണുമ്പോൾ ശരിക്കും നാണക്കേട് കൊണ്ട് തല താഴ്ത്തേണ്ടി വരും. ഈ ഹരിദ്വാറിലെ മാലിന്യത്തിന്റെ കാര്യം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഇവർ കൂട്ടത്തോടെ നടന്നു പോകുമ്പോൾ വഴിയോരങ്ങളിൽ കണ്ട കാഴ്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. തെരുവിലഴിച്ചുവിട്ട അക്രമങ്ങൾ, പൊതുനിരത്തിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ, വഴിയിലൂടെ സാധാരണക്കാർ ഓടിച്ചുകൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തല്ലി തകർക്കുന്ന രീതികൾ. നോക്കൂ, രാജ്യത്ത് ഒരു പൗരന് റോഡിലൂടെ നടന്നു പോകാൻ റോഡ് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു സാധാരണക്കാരൻ ഒരു വാഹനം റോഡിൽ ഇറക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാഹനം വാങ്ങി ഇൻഷുറൻസും കൃത്യമായി റോഡ് ടാക്സും അടച്ചാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ടാക്സ് അടച്ച് യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ വാഹനങ്ങൾ കയ്യേറുക, അവരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുക, വണ്ടികൾ അടിച്ച് തകർക്കുക, ഇതൊക്കെ ഏത് തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത്? കള്ളും കഞ്ചാവും അടിച്ചു കയറ്റി തെരുവിൽ അക്രമം കാണിക്കുന്നവരിൽ നിന്ന് നമ്മൾ എന്ത് അച്ചടക്കമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി ഹരിദ്വാറിലെ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരാം. അവിടെ ജനങ്ങൾക്ക് വസ്ത്രം മാറാനും വിശ്രമിക്കാനും താൽക്കാലിക സൗകര്യങ്ങളൊക്കെ അധികൃതർ ഒരുക്കിയിരുന്നു. എന്നാൽ യാത്ര കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മുഴുവൻ അവിടെ ഉപേക്ഷിച്ചു പോയി. അതുമാത്രമാണോ? അല്ല. ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും അറപ്പുളവാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആളുകൾ കുടിവെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ മൂത്രം നിറച്ച് അത് അടച്ചുപൂട്ടി ഹരിദ്വാറിലെ തെരുവുകളിലും നദീതീരത്തും തള്ളിയിരിക്കുന്നു. ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഇത്തരത്തിൽ മൂത്രം നിറച്ച നിലയിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരാളോ രണ്ടാളോ അറിയാതെ അബദ്ധത്തിൽ ചെയ്ത കാര്യമാണോ? ഒരിക്കലുമല്ല. ആയിരക്കണക്കിന് ആളുകൾ കൃത്യമായ യാതൊരു സിവിക് സെൻസും ഇല്ലാതെ, യാതൊരു നാണമോ മാനമോ ഇല്ലാതെ ചെയ്തു വെച്ച കാര്യമാണിത്. അതായത് വഴിയിലുടനീളം ഉണ്ടാകുന്ന മൂത്രം കുപ്പികളിൽ ശേഖരിച്ച് വെച്ച് അത് ഹരിദ്വാറിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇതാണോ ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്? ഇതാണോ ഒരു തീർത്ഥാടകന്റെ ലക്ഷണം? ഇത് കാണുമ്പോൾ തോന്നും ഹരിദ്വാർ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഇടമല്ല, മറിച്ച്
എന്ത് അഴുക്കും കൊണ്ടുപോയി തള്ളാനുള്ള ഒരു വേസ്റ്റ് ബിന്നാണെന്ന് ഇവർ കരുതിയിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2014 ശേഷമാണ്, അല്ലെങ്കിൽ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രത്യേക രീതിയിലുള്ള ഗ്രൂപ്പുകളും അവരുടെ അച്ചടക്കമില്ലാത്ത യാത്രകളും രാജ്യത്ത് ഇത്രയധികം കണ്ടുവരുന്നത്. ഒരു നിയമവും അനുസരിക്കാത്ത, രാജ്യത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന, യാതൊരു മാന്യതയോ സംസ്കാരമോ ഇല്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറുകയാണ്. ഇതിനെ ഭക്തിയെന്നോ തീർത്ഥാടനമെന്നോ വിളിച്ച് ന്യായീകരിക്കാൻ കഴിയില്ല. മുൻപ് കുംഭമേള നടന്നപ്പോഴും സമാനമായ രീതിയിൽ വൻതോതിലുള്ള മലിനീകരണത്തിന്റെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഹരിദ്വാറിന്റെ പവിത്രതയെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇത്രയും വലിയൊരു വേസ്റ്റ് നിർമ്മിച്ചെടുക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ എന്തും കാട്ടിക്കൂട്ടാം, നമ്മളെ ആരും ചോദ്യം ചെയ്യില്ല എന്നൊരു ധാർഷ്ട്യമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ചില ശാഖകളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ പഠിച്ചിറങ്ങുന്ന അച്ചടക്കം ഇതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ നശിപ്പിക്കുക, പൊതുമുതൽ തകർക്കുക, പരിസരം മലിനമാക്കുക എന്നതാണോ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത്? തീർത്ഥാടനം എന്നത് കേവലം ഒരു യാത്രയോ ആഘോഷമോ തെരുവ് കയ്യേറ്റമോ അല്ല. അത് വ്യക്തിഗതമായ ശുദ്ധീകരണവും വലിയൊരു അച്ചടക്കവുമാണ്. എന്നാൽ ഭക്തിയുടെ മറവിൽ നിയമലംഘനവും പരിസ്ഥിതി മലിനീകരണവും അക്രമവും കാട്ടിക്കൂട്ടുന്ന ഈ പ്രവണതയെ കൃത്യമായി വിമർശിക്കേണ്ടതുണ്ട്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത്, പൊതുമുതൽ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഹരിദ്വാറിൽ നിന്ന് പുറത്തു വരുന്ന ഈ കാഴ്ചകൾ രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. തീർത്ഥാടനത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാനും ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ഭരണകൂടങ്ങളും പൊതുസമൂഹവും തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഇത്തരത്തിലുള്ള യാത്രാരീതികളെയും മലിനീകരണത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.